ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കുറെ നാളുകളായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് RRB JEE 2025-ന്റേത്. അപ്പം റെയിൽവേയുടെ കലണ്ടർ പ്രകാരം ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉടൻ തന്നെ ജെയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്തായാലും നോട്ടിഫിക്കേഷൻ വരണം. അപ്പൊ ഇപ്പൊ നമുക്ക് ജെയുടെ വേക്കൻസി റിലേറ്റ് ചെയ്ത് നമുക്കൊരു ചെറിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ റെയിൽവേയുടെ ജെയുടെ നോട്ടിഫിക്കേഷനെ മെൻഷൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ് ആണ്. അപ്പൊ ഈ ഡ്രാഫ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ വേണ്ട നമുക്ക് ചില മെയിൻ പോയിന്റുകളുണ്ട്. അപ്പൊ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് IRTS, അതായത് ഇന്ത്യൻ റെയിൽവേസ് ടെക്നിക്കൽ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ, ഇത് 1965 എസ്റ്റാബ്ലിഷ് ആയ ഒരു അസോസിയേഷൻ ആണ്. അപ്പം ഈ അസോസിയേഷൻ പല വിഷയങ്ങളിൽ എല്ലാ വർഷവും റെയിൽവേക്ക് ഓരോ റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ റെയിൽവേ ബോർഡ് അംഗീകരിക്കാറുമുണ്ട്. അത്തരത്തിൽ അംഗീകരിച്ച ഒരു റിപ്പോർട്ടിന്റെ ബേസിലാണ് ഇത്തരം ഒരു ഡ്രാഫ്റ്റ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒഫീഷ്യൽ സൈറ്റിലൊന്നും വന്നിട്ടില്ല, കാരണം ഇത് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വരുന്ന ഡ്രാഫ്റ്റ് ആണ്. അപ്പം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൽവേ ബോർഡ് ഗ്രൂപ്പ് C ലെവൽ 6 and 7 തലത്തില് പുതിയ സൂപ്പർവൈസറി പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നതിന്, പുതിയ സൂപ്പർവൈസറി പോസ്റ്റുകൾ അതിന്റെ ഒരു നിയമനം നടത്തുന്നതിനുള്ള നിർദ്ദേശത്തിന് തുടക്കമിടുന്നു എന്നുള്ളതാണ്. അതായത് ഈ റെയിൽവേ ബോർഡിന് ഗ്രൂപ്പ് C 6 and 7 തലത്തില് പുതിയ സൂപ്പർവൈസറി പോസ്റ്റുകൾക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവോ എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ JEE തലത്തില് 10,000 തസ്തികകൾ, അതായത് 10,000 പുതിയ പോസ്റ്റുകൾ ചേർക്കുന്നത് സാങ്കേതിക സൂപ്പർവൈസർമാർക്ക് തതുല്യമായ കേഡർ ഘടന ഉറപ്പാക്കുകയും ടോപ്പ് ഹെവി ഘടന ഒഴിവാക്കുകയും ചെയ്യും. ഇത് യോഗ്യരായ സാങ്കേതിക വിദഗ്ധർക്ക് പ്രമോഷനും പുതിയ റിക്രൂട്ട്മെന്റുകളുടെ പ്രവേശനവും ഉറപ്പാക്കും എന്നുള്ളതാണ് ഇവർ ഈ ഡ്രാഫ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പുതിയ 10,000 വേക്കൻസികളാണ് JEEക്കകത്ത് ആഡ് ആവാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ട മെയിൻ പോയിന്റ് അതാണ്. JEE തലത്തില് എക്സ്ട്രാ 10,000 വേക്കൻസീസ് ആഡ് ആവുന്നു. അപ്പൊ നമ്മൾക്ക് ഈ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ വേക്കൻസീസ് കൂടുതലായിരിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ ആണ് നമുക്ക് ഈ ഡ്രാഫ്റ്റിലൂടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഡ്രാഫ്റ്റിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു 10,000+ വേക്കൻസീസ് ജെയുടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വേക്കൻസി അപ്ഡേറ്റ് ഒന്നുമില്ല, അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊക്കെ കരുതി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാൻസ് മിസ്സാവും. അപ്പം നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ, എന്ന് വെച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ മുന്നിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതായത് ലാസ്റ്റ് ഇയറിൽ JEE CBT 1 CBT 2 ഒക്കെ എഴുതിയവരുണ്ടാവും. അപ്പം അവരോടൊപ്പം ആയിരിക്കും നിങ്ങൾ ഈ തുടക്കക്കാര് മത്സരിക്കുന്നത്. അപ്പം എത്ര നേരത്തെ നിങ്ങൾ തയ്യാറെടുത്ത് തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ JEE പോലുള്ളൊരു എക്സാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB JEEക്കായിട്ട് എല്ലാ സ്ട്രീമുകളിലേക്കുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കല്, അങ്ങനെ നിങ്ങൾ ഏത് സ്ട്രീമാണോ നിങ്ങൾക്ക് ആ സ്ട്രീമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.